ഇൻട്രൊഡക്ഷൻ ടു പൈതൺ പ്രോഗ്രാമിംഗ് എന്ന ഈ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. കമ്പ്യൂട്ടറുകളെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലികൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് അവയിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകൾ വഴിയാണ്. എന്താണ് പ്രോഗ്രാമുകൾ? പ്രോഗ്രാമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്തെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അതിനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ നമുക്ക് തുടങ്ങാം. മെഷീൻ അഥവാ യന്ത്രങ്ങൾ. എന്താണ് മെഷീൻ? എ മെക്കാനിക്കലി, ഇലക്ട്രിക്കലി ഓർ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ഡിവൈസ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക്. ലളിതമായി പറഞ്ഞാൽ മനുഷ്യ അധ്വാനത്തെ ലഘൂകരിക്കുന്ന അല്ലെങ്കിൽ ഒരു നിശ്ചിത ജോലി ചെയ്യാൻ മനുഷ്യനെ സഹായിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് മെഷീൻ എന്ന് വിളിക്കും. അനുദിന ജീവിതത്തിൽ ധാരാളം മെഷീനുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഫാന്, സിസേഴ്സ്, ഇലക്ട്രിക് പമ്പ്, മിക്സി, ഇവയെല്ലാം മെഷീനുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം, എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ഫോർ സ്റ്റോറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡാറ്റ. അതായത് ലഭ്യമായ വിവരങ്ങൾ സൂക്ഷിക്കാനും അവയെ അപഗ്രഥിച്ച് ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്ന ഉപകരണങ്ങളെ നമുക്ക് കമ്പ്യൂട്ടറുകൾ എന്ന് വിളിക്കും. കമ്പ്യൂട്ടറുകൾ മനുഷ്യന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവയെ അനലൈസ് ചെയ്ത് ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകളും മെഷീനുകളാണ്. പക്ഷേ എല്ലാ മെഷീനുകളും എന്തല്ല കമ്പ്യൂട്ടറുകളല്ല. മറ്റു മെഷീനുകളിൽ നിന്ന് കമ്പ്യൂട്ടറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് മനുഷ്യൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ അപഗ്രഥിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശേഷിയുണ്ട് എന്നതാണ്. കമ്പ്യൂട്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ കാണുന്ന കാൽക്കുലേറ്ററുകൾ, നമ്മുടെ സന്തത സഹചാരിയായ മൊബൈൽ ഫോൺ, ഇവയെല്ലാം കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. അപ്പം നമ്മൾ കണ്ടു കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അപഗ്രഥിച്ച് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ കമ്പ്യൂട്ടറുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്? അവിടെയാണ് പ്രോഗ്രാമുകളുടെ പ്രസക്തി. എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ that tells the computer to perform a specific task. ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ കമ്പ്യൂട്ടറുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ആ കളക്ഷൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് ഒരു പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും നമ്മളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുള്ളവരാണ്. നമ്മളപ്പോൾ ചെയ്യുന്നത് എന്താണ്? സ്ക്രീനിലെ മ്യൂസിക് ബട്ടൺ അല്ലെങ്കിൽ ആ പ്ലേ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നു. അതായത് പ്ലേ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ മ്യൂസിക് പ്രവർത്തിക്കണം അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യണം എന്ന് കമ്പ്യൂട്ടറിനെ നിർദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം അതിന് പിന്നിലുണ്ട്. ഇതുപോലെ ഏതൊരു പ്രവർത്തനം ചെയ്യുന്നതിനും കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ കളക്ഷനെയാണ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഭാഷയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ പ്രോഗ്രാമുകൾ എന്ന് വിളിക്കുന്നു. പ്രോഗ്രാമുകൾ എഴുതാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. A programming language is the language used to create programs. ഇന്ന്
ധാരാളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും. ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ സി, C++, ജാവ, പൈതൺ തുടങ്ങിയവയാണ്. ഇതിൽ പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാമുകൾ എഴുതാമെന്നും അവയുപയോഗിച്ച് കമ്പ്യൂട്ടറിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഒരു നിശ്ചിത കാര്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. Python is a simple, fast language that anyone can understand. പൈതൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. അത് അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് നോളജും കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ. അതിന് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അറിയണമെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഫ്രഷായി തന്നെ ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ. പൈതണിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ ഇപ്പോൾ കണ്ടു പൈതൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈസി ടു ലേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് കണ്ടു. ഹ്യൂമൻ ലാംഗ്വേജ് ലാംഗ്വേജ് ആണെന്ന് കണ്ടു. പിന്നെ എന്തുകൊണ്ടാണ് പൈതണിനെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടല്ല, കമ്പ്യൂട്ടറിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്, സീറോസും വണ്ണും ഉപയോഗിച്ചുള്ള ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറിന് ലഭിക്കുന്ന ഏതൊരു വിവരത്തെയും കമ്പ്യൂട്ടർ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പൈതൺ പോലെയുള്ള ലാംഗ്വേജുകൾ, ഹ്യൂമൻ ലൈക്ക് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നതുകൊണ്ട് അതൊരു ഹ്യൂമൻ ലൈക്ക് ലാംഗ്വേജ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ടു കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. പൈതണിൻ്റെ രണ്ടാമത്തെ സവിശേഷത, പൈതൺ ഈസി ടു ലേൺ ആൻഡ് യൂസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു ഹ്യൂമൻ ലാംഗ്വേജ് ലൈക്ക് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് നമുക്കിത് വേഗത്തിൽ പഠിച്ചെടുക്കാനും ഉപയോഗിക്കാനും സാധിക്കും. പൈതണിൻ്റെ അടുത്ത സവിശേഷത എന്ന് പറയുന്നത് പൈതൺ ഈസ് ആൻ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: കമ്പൈലർ ലാംഗ്വേജുകളും ഇന്റർപ്രറ്റഡ് ലാംഗ്വേജുകളും. കമ്പൈലർ ലാംഗ്വേജുകൾ ഒരു വോൾ പ്രോഗ്രാമിനെ മുഴുവൻ റണ്ണ് ചെയ്ത് ഔട്ട്പുട്ട് തരികയാണ് നൽകുന്നത്. നമ്മൾ മുൻപ് കണ്ട C++ പോലുള്ള ലാംഗ്വേജുകൾ കമ്പൈലർ ലാംഗ്വേജുകൾക്ക് ഉദാഹരണമാണ്. കമ്പൈലർ ലാംഗ്വേജുകളുടെ ഒരു ഡ്രോബാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം റണ്ണാകില്ല, അത് തിരുത്തുന്നത് വരെ ആ പ്രോഗ്രാം റണ്ണാകില്ല. പക്ഷേ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അത് ലൈൻ വൈസ് ലൈൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ കമാൻഡുകളും ഓരോ കോഡുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പൈതൺ ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാം പൈതൺ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യുന്നു, ഒരു ഇന്റർമീഡിയറ്റ് ബൈറ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനെ വീണ്ടും നേറ്റീവ് ആയിട്ടുള്ള ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കും. അതായത് ലൈൻ വൈസ് ലൈൻ ആയിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, പൈതൺ ഇന്റർപ്രറ്റർ പൈതൺ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നത്. സോ പൈതൺ ലാംഗ്വേജിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിന് തൊട്ട് മുന്നേ വരെയുള്ള സ്റ്റെപ്പുകളുടെ ഔട്ട്പുട്ട് നമുക്ക് തരും. അതിന് ശേഷമുള്ള ഭാഗം മാത്രം എന്താകും, നമ്മൾ തിരിച്ചാൽ മതിയാകും. അതുകൊണ്ട് പൈതൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഏറ്റവും അവസാനമായി പൈതൺ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. പൈതൺ ആർക്കും നെറ്റിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം, സ്വന്തമായി പ്രോഗ്രാമുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാം.
ഈവൻ പൈതണിൻ്റെ സോഴ്സ് കോഡ് പോലും നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്യാം. സോ ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് പൈതൺ എന്ന് പറയുന്നത് ഡെയിലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇന്നത്തെ ഏത് പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഗുഡോ വാൻ റോസം എന്ന ഡച്ച് സയന്റിസ്റ്റ് ആണ് 1991. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും പൈതൺ എന്നുള്ള പേര് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത കാലത്ത് BBC സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു മോണ്ടി പൈതൺ ഫ്ലൈയിങ് സർക്കിൾ. ഈ പ്രോഗ്രാമിൻ്റെ ആരാധകനായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്ത ഗുഡോ വാൻ റോസം. സോ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ആ പ്രോഗ്രാമിൻ്റെ പേര് അദ്ദേഹം നൽകുകയായിരുന്നു. നമുക്കറിയാം പൈതൺ എന്ന് വെച്ചാൽ 1991 ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് പോലും പൈതണിന് ഇത്രയും പോപ്പുലാരിറ്റി ലഭിച്ചത് ഈ അടുത്ത കാലത്താണ്. അതിന് പ്രധാന കാരണം ഗൂഗിൾ പോലെയുള്ള ടെക്നോളജിക്കൽ ജയൻസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള ടെക്നോളജിക്കൽ ജയൻസ് അവരുടെ ആപ്ലിക്കേഷനുകൾ, പിന്നെ ഡ്രോപ്പ് ബോക്സ്, യൂട്യൂബ് തുടങ്ങിയ വലിയ ആപ്ലിക്കേഷനുകളെല്ലാം നിർമ്മിക്കുന്നതിന് പൈതൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് വളരെയധികം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ശാഖയാണ് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. അവിടെ പൈതണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ പൈതൺ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളർന്നു വന്നതിന് ഒരു പ്രധാന കാരണം അതാണ്. പൈതൺ ഇന്ന് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ കണ്ടതുപോലെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പൈതൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഇൻഡസ്ട്രിയാണ് ഗെയിം ഇൻഡസ്ട്രി. അപ്പോൾ പൈതൺ ഈസ് യൂസ്ഡ് ഇൻ ഗെയിം ഡെവലപ്മെൻറ്റ്. പിന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നതിനും പൈതൺ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. പൈതണിൻ്റെ കേപ്പബിലിറ്റീസ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഏരിയ മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ സയൻസ് ആണ്. അപ്പോൾ തുടർന്നുള്ള ഈ കോഴ്സിലൂടെ നമുക്ക് പൈതൺ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, പൈതണിൽ എങ്ങനെ പ്രോഗ്രാം എഴുതാം, അതുപയോഗിച്ച് എങ്ങനെ ഒരു നിശ്ചിത പ്രവൃത്തി ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.